ഈവനിങ് ആയപ്പോഴാണ് കുട്ടികൾ പറയുന്നത് കുട്ടികൾക്ക് പാസ്ത കഴിക്കാൻ തോന്നുന്നത്. അപ്പോൾ പാസ്ത ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കിയാലും. ഒരു പാൻ വെച്ച് 1/2 ലിറ്റർ വെള്ളവും പാസ്ത കഴുകി കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 8 മിനിറ്റോളം വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 8 മിനിറ്റിന് ശേഷം അത് ഒരു 90% കുക്കായി വന്നിട്ടുണ്ടാവും. അപ്പം നമുക്കതെടുത്ത് സ്ട്രെയിൻ ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു പാന് സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് അമൂലിൻ്റെ അൺസാൾട്ടഡ് ബട്ടറാണ്. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചോപ്പ് ചെയ്ത 3 അല്ലി ഗാർലിക്ക് ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസും ചിക്കൻ വേണമെങ്കിൽ ചിക്കനും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ ഇട്ട് കൊടുത്തിരുന്നത് ഒനിയനും ടൊമാറ്റോയും ക്യാപ്സിക്കോ ആണ്. നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഒരു 20% മാത്രം കുക്ക് ചെയ്താൽ മതി. ഈ റെസിപ്പി എനിക്ക് എൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നതാണ്. 20% കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ സാൾട്ടും പെപ്പറും ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ താരം വരുന്നത്. ക്രീം ഉണ്ടാക്കണം. അതിനുവേണ്ടി കുക്കിംഗ് ക്രീം, ഫ്രഷ് മിൽക്ക് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ സിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് നന്നായി നമ്മൾ ഇളക്കി കൊടുക്കണം, അടി പിടിക്കരുത്. ഇനി ഇതിലേക്ക് ഒരു 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സ്ലൈസ്ഡ് ചീസാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റീം ചെയ്ത് വെച്ച പാസ്ത ഇട്ട് കൊടുക്കുക. പാസ്ത നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ആഡ് ചെയ്ത് നമ്മുടെ സ്വാദിഷ്ടമായ വൈറ്റ് സോസ് പാസ്ത റെഡി.